ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടണത്. കുറച്ച് ബിസി ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഷോർട്സിലും ഒതുക്കിയേക്കാം. പക്ഷേ ഇതെനിക്ക് ഇടണമെന്ന് തോന്നി. കാരണം കുറേ നാളുകൾക്ക് ശേഷം അമൽചാൻ്റെ കസിൻസ് ഓൾമോസ്റ്റ് എല്ലാവരും ഇല്ല, കുറച്ച് പേര് ഒന്നിച്ച് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പം അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിരിക്കുന്നത് അമൽചാൻ്റെ മൂന്നാമത്തെ ആൻറ്റി റോസ്ലാൻഡിയും ജോസങ്ങളാട്ടോ. റോസ്ലാൻഡിയുടെ മോൾ അനിതേച്ചിയുടെ ഫ്ലാറ്റിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. കൂടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൽചാൻ്റെ രണ്ടാമത്തെ ആൻറ്റി സ്റ്റെല്ലാൻറ്റി ഫാമിലി 3 മക്കളാണ് സ്റ്റെല്ലാൻറ്റിക്ക്. അവരെല്ലാവരും അമേരിക്കയിലാണ്. അപ്പോൾ അവർ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും വന്നു കഴിഞ്ഞാൽ നാട്ടിലെല്ലാ വീട്ടിലും പോകാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ലല്ലോ. അപ്പോൾ അനിതേച്ചി എന്ത് ചെയ്തു, ഇവിടെയുള്ള എറണാകുളത്ത് താമസിക്കുന്ന ഒരുവിധം എല്ലാ കസിൻസും അവരെല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് അങ്ങനെ അനിതേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും വിളിച്ചു. അപ്പോൾ അനിതേച്ചി റോസ്ലാൻഡി എന്ന് പറഞ്ഞാൽ പലാസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കണുണ്ട്. നിങ്ങൾ ഭയങ്കര ചെറുപ്പക്കാരത്തിയായിട്ട് നമ്മൾ വരെ തോറ്റുപോകും സൗന്ദര്യത്തിന് മുമ്പിൽ. അമൽചാൻ്റെ ആൻറ്റിമാർ എല്ലാവരും നല്ല സുന്ദരികളെ കാണാൻ. ഇനിയിപ്പോൾ സ്റ്റെല്ലാൻറ്റി വരും, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കിയതാട്ടോ. അനിതേച്ചിയുടെ ചേച്ചി ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചി എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അനിതേച്ചിയുടെ വകയുണ്ടായിരുന്നു ബീഫും പോർക്കും അനിതേച്ചി ഉണ്ടാക്കിയതാണ്. കാട ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ടാറ്റു ചേട്ടൻ, ആ ഗ്രീൻ ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് ടാറ്റു ചേട്ടൻ, അനിതേച്ചിയുടെ ഹസ്ബൻഡ്. ആള് ഡെൻറ്റിസ്റ്റാണ്. ഇത് ശോഭിച്ചേട്ടൻ, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അമൽചാൻ്റെ മൂത്ത ആൻറ്റിയുടെ മോൻ. അപ്പോഴേക്കും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് സ്റ്റെല്ലാൻറ്റിയുടെ രണ്ടാമത്തെ മോള് കവിത ചേച്ചി. ബാക്കിൽ വരുന്നത് കലച്ചേച്ചി. ഇവരൊക്കെ കണ്ട എല്ലാവരും സുന്ദരികളാണ്. പിന്നെ മോനുണ്ട്. ഇതാണ് സ്റ്റെല്ലാൻറ്റി നമ്മുടെ കണ്ട ഏറ്റവും ചെറുപ്പക്കാരത്തിയായിട്ട് വന്നിരിക്കണം സ്റ്റെല്ലാൻറ്റി. അപ്പോൾ ഇത് ചെറുച്ചേട്ടൻ സ്റ്റെല്ലാൻറ്റിയുടെ മോൻ, രണ്ടാമത്തെ മോനാണ് സ്റ്റെല്ലാൻറ്റിയുടെ. പിന്നെ ഇത് കവിത ചേച്ചിയുടെ മോള്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ അവസരങ്ങളുള്ളൂ അവരെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഉള്ള കുറച്ച് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശേഷം പറഞ്ഞ് തീരില്ല. എന്നാലും ഉള്ള സമയം കൊണ്ട് എല്ലാവരും കാണലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും നമ്മളുടെ കെലീറ്റ വന്നു. ഇത് കെലീറ്റയാണ്. ഇത് നമ്മുടെ അമൽചാൻ്റെ മൂത്ത ആൻറ്റിയുടെ പേരക്കുട്ടിയാണ്, ബിജി ചേച്ചിയുടെ മോള്. കെലീറ്റ ഒരു ഡോക്ടറാണ്, ഇവിടെ ഹസ്ബൻഡും ഡോക്ടർ. ഇവർ ഇവിടെ എറണാകുളത്ത് താമസിക്കണം. അപ്പോൾ കെലീറ്റയും പിള്ളേരും കൂടി വന്നു. അതാ ഞാൻ പറഞ്ഞത്, എറണാകുളത്തുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അനിതേച്ചി. അതിന് താങ്ക്സ് പറയണം അനിതേച്ചിയോടും ടാറ്റു ചേട്ടനോടും. കവിത ചേച്ചി അപ്പോൾ തലേദിവസം നടന്ന കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇവർ അടിപൊളിയായിട്ട് സാരിയൊക്കെ എടുത്ത് നല്ല ഫോട്ടോസ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നാട്ടിൽ വരുമ്പോഴല്ലേ അവർക്ക് സാരി, അല്ല അവർ അമേരിക്കയിലാണെങ്കിലും ഫങ്ഷൻസിനൊക്കെ സാരി എടുക്കട്ടെ, അതൊരു പ്രത്യേകതയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ബീനാനിയുടെ റോസ് വന്നു. അവരുടെ മോൻ, അവന് പിന്നെ അമ്മനുണ്ടെങ്കിൽ വേറെ ആരും വേണ്ട. ഇത് ടാറ്റു ചേട്ടൻ ഭയങ്കര ചെറുചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ റീൽസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുചേട്ടൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഏതാണ് നല്ല റീൽസ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ടേഴ്സ് എടുത്തു കേട്ടോ. ഫുഡ് പിന്നെ കഴിക്കാം, സ്റ്റാർട്ടേഴ്സ് കഴിച്ചിട്ട് നമുക്ക് റീൽസ് ചെയ്യാം. എല്ലാവരും അതിൻ്റെ ഒരു ഇതിലായിരുന്നു. ഇതാണ് നമ്മുടെ കവിത ചേച്ചിയുടെ മോള്, ഞാൻ നേരത്തെ കാണിച്ചു. പിന്നെ ആ യെല്ലോ ഡ്രസ്സ് ഇട്ടത് ബീനാൻറ്റിയുടെ പേരക്കുട്ടി തേസു. അവളും രണ്ടുപേരും സൈക്കോളജിയാണ്. അതേ അപ്പോഴേക്കും നമ്മുടെ പുറിഞ്ചങ്ങൾ വന്നു. സുശീലാൻറ്റിയുടെ മൂത്ത ആൻറ്റിയുടെ ഹസ്ബൻഡ് സുശീലാൻറ്റി. ഇതേ നമ്മുടെ ജീൻ ചേച്ചിയാണ് താരം. ജീൻ ചേച്ചിയുടെ മുഖത്ത് എന്താ പറയുക, എക്സ്പ്രഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോഴേക്കും നമ്മൾ കസിൻസൊക്കെ കുറേ നാൾക്ക് ശേഷം കൂടിയതല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെറുചേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അനിതേച്ചിയുടെ ഫ്ലാറ്റിൽ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ IMA ഹാളിൻ്റെ തൊട്ടപ്പുറത്താണ്, കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ നിന്ന് ബാൽക്കണിയിൽ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ സെഷനാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുചേട്ടൻ മാത്രം ബാക്കി എല്ലാവരും അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ചെറുചേട്ടൻ പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടത്. ജെയിൻ ചേച്ചിയുടെ ചിരി ഒരു സ്പെഷ്യൽ ചിരിയാണ്. നല്ല രസം ജെയിൻ ചേച്ചി വർത്തമാനം പറയണ കേൾക്കാനായിട്ട്. പിന്നെ ഇവർ ജെയിൻ ചേച്ചിയും എല്ലാവരും കേട്ടോ, അനിതേച്ചി ആണെങ്കിലും ജെയിൻ ചേച്ചി ആണെങ്കിലും കലച്ചേച്ചിയും കവിതേച്ചിയും ഒക്കെ നമ്മുടെ ഇതിൽ കൂട്ടത്തിൽ ഭയങ്കര അവരാണ് ഏറ്റവും യങ്ങ് തോന്നും. അതുപോലെയാണ് അവരെല്ലാം ചെയ്യുക. കണ്ട ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കണ്ട നല്ല രസമല്ലേ. എനിക്ക് ഇതിലൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് ജെയിൻ ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് ചെടികൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ അത് മിസ്സിങ് ആയിപ്പോയി. ആ സമയത്ത് ഞാൻ ഓൺ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നണേ. കാരണം എൻ്റെ ധാരണയിൽ ഓൺ ചെയ്തു, ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ ആ സമയത്ത് ഓണാന്ന് വിചാരിച്ചത്. പക്ഷെ അത് നല്ല വീഡിയോ ആയിരുന്നു, മിസ്സായിപ്പോയി. ഇതിവിടെ ആണുങ്ങൾ എന്താ പറയുക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റീൽസിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡിന് ഇരുന്നു കേട്ടോ.
സ്റ്റാർട്ടേഴ്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിരുന്നു. പിന്നെ വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നില്ല. അതിൻ്റെ ഇടയിൽ ഇനി ടാറ്റു ചേട്ടൻ്റെ ഒരു ലൈവ് കമൻട്രി നിങ്ങൾക്ക് കേൾക്കാം, എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പോൾ കണ്ട എല്ലാവരും സുന്ദരികളൊക്കെ ഒന്നിച്ചിരിക്കണണ്ട. ഫ്രെയിമിൽ വന്നപ്പോൾ എല്ലാവരും ഒന്നും കൂടിയും ഭയങ്കര സുന്ദരികളായ പോലെ കണ്ട, നല്ല രസമല്ലേ. ഇതപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റാട്ടോ. ഇത് കുട്ടികളധികം ഇല്ല, ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ റോസുവിൻ്റെ കളർഫുൾ ഡ്രസ്സായിട്ടുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. നമ്മുടെ അമേരിക്കയിൽ നിന്നുള്ള കസിൻസ് ആണ് ആയിരിക്കുന്നത്. ഷെയ്ക്കാ വേണ്ടെടുക്കണോ? ഓക്കെ, ഇത് അതും അമേരിക്കയാണ്, ഇത് ദുബായ്. അതെനിക്കറിയാം. ഇത് നമ്മളറിയാലോ, സ്റ്റാറാണ്, പള്ളിയിലെ അച്ഛന്റെ വാലാണ്. മതിയാ? രണ്ടെണ്ണത്തിന് ഒരു ചേസ് പറഞ്ഞാ. ചേസ്. എല്ലാരും എല്ലാരും കിട്ടണമെന്നുള്ളൂ. നാളെ വീഡിയോയിൽ വരും. റോസിന്റെ ഷാബു ചേട്ടനും ഉണ്ട് കേട്ടോ, എല്ലാരും അറിഞ്ഞോ? പുതിയ പുതിയ അമേരിക്കൻ സിറ്റിസൺ വന്നിരിക്കണു. ഇവിടെ ഒരെണ്ണത്തിനെ കൂടെ ഇത്ര നേരം ചെയ്ത ആളെ കാണിക്കണ്ടേ? ഇവർ രണ്ടുപേരും സൈക്കോളജി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റിയാന്ന് തോന്നുന്നുണ്ട് ഡിസ്കഷൻ. പക്ഷെ ഞങ്ങളതൊന്നായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നാട്ടുവിശേഷവും വീട്ടുവിശേഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങളുടെ റീൽസ് എടുക്കുന്നതിനുള്ള പ്രാക്ടീസ് സെഷൻ ആട്ടാ. അതിൻ്റെ ഭാഗങ്ങൾ കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിലെ പക്ഷേ ഇതിന് കൂളിംഗ് ഗ്ലാസ് അപ്പം ഞങ്ങളുടെ റീൽസ് കഴിഞ്ഞപ്പോൾ റോസ്ലാൻഡി സ്റ്റെല്ലാൻഡി പറഞ്ഞു അവർക്കും ചെയ്യുന്ന റീൽസ്. അതാണ് സ്പിരിറ്റ്. ഈ നിൽക്കുന്നതാണ് ജീൻ ചേച്ചിയുടെ രണ്ട് മക്കൾ വാറും വീറും. വാറു ബോംബെയിൽ നിന്ന് വന്നിട്ടുള്ളതാട്ടോ, കുറച്ച് ദിവസത്തേക്ക് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ റീൽസിൻ്റെ കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. കുറേ നാടൻ കറികളായിരുന്നു മൊത്തം. ചിക്കനും ബീഫും പോർക്കും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അതൊക്കെ അനുദേച്ചി തന്നെ വെച്ചു എന്നാണ് പറഞ്ഞത്. ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അനുദേച്ചിയും ടാറ്റച്ചേട്ടൻ അമേരിക്കയിൽ പോയ വിശേഷം പറയുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. എടുത്ത് നടക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ലാസ്റ്റ് കസാട്ടയായിരുന്നു നമ്മുടെ ഡെസേർട്ട്. അതോടുകൂടി അവസാനിപ്പിച്ചു. അതിനുശേഷം കുറച്ച് നേരം കൂടി നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പോകാണ്ട നേരമായി, സമയം ലേറ്റായി. ജെയിൻ ചേച്ചി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞാൽ അവർ ആദ്യം ഇറങ്ങിയിട്ടോ. ജെയിൻ ചേച്ചി പുറിഞ്ചങ്ങളും ജെയിൻ ചേച്ചി ഫാമിലി പോൾ ചേട്ടനും പിന്നെ കെലീറ്റ് അവരുടെ കൂടെ പോയി. അതിനുശേഷം നമ്മളെ സ്റ്റെല്ലാൻ്റെയും ബാക്കി എല്ലാവരും അവർ ആലുവയ്ക്ക് തിരിച്ചു പോയി. അതിനുശേഷം നമ്മുടെ അന്തു ഫാമിലി ബീനാൻറ്റിനെ ശരിക്കും മിസ് ചെയ്തു. ഇതിൽ ബീനാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു, ബീനാൻറ്റിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളും ഇറങ്ങി. അപ്പോൾ ഭയങ്കര ഇടിവെട്ട് മഴയുള്ള ദിവസമായിരുന്നില്ല എല്ലാ രാത്രി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.